ഇനി വൈകേണ്ട, ഇന്ന് തന്നെ നിങ്ങളുടെ വീടിനായി സിസോ സന്ദർശിക്കൂ. സിസോ, മേക്ക് ലൈഫ് സിമ്പിൾ. ചാലിശ്ശേരിയിലെ ദേശീയ സരസ്മേളയുടെ സ്റ്റാളുകൾ സന്ദർശിക്കുന്നവരെല്ലാം ഒരുപോലെ ശ്രദ്ധിക്കുന്ന ഒരിടമുണ്ട്. അത് മറ്റൊന്നുമല്ല, നമ്മുടെ ശിവൻകുട്ടി ചേട്ടൻ്റെ കോക്കനട്ട് ഷെൽ ക്രാഫ്റ്റ് വർക്ക്സിൻ്റെ സ്റ്റോളാണ്. അപ്പോൾ ചേട്ടനും ചേട്ടൻ്റെ ഭാര്യയും കൂടിയിട്ട് ഈ ആണി ക്രാഫ്റ്റ് വർക്ക് ചെയ്യുന്നത് തീർത്തും ചിരട്ടയിൽ മാത്രം നിർമ്മിക്കുന്ന ഒരുപാട് കരകൗശല വസ്തുക്കളും അതിൻ്റെ അപ്പുറത്തേക്ക് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള കുറേ ഇതേപോലത്തെ ഇങ്ങനത്തെ കുറേ സാധനങ്ങളും ഒക്കെയാണ് ഇവർ മേക്ക് ചെയ്യണത്. ഇതിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് ശിവൻകുട്ടി ചേട്ടൻ്റെ അടുത്ത് ചോദിക്കാം അല്ലേ. കൊല്ലത്ത് നിന്നാണ്, കൊല്ലം മൈനാഗപ്പള്ളിയിൽ നിന്നാണ്. അപ്പോൾ എന്താണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്? നമ്മൾ ഇത് ഒരേ സാധനങ്ങൾ എൻ്റെ മനസ്സിൽ കാണുന്ന സാധനങ്ങൾ ഞങ്ങൾ രണ്ടുപേരും കൂടെ ചേർന്ന്, ഞാനും എൻ്റെ പരിപാടി ചേർന്നാണ് ഇത് ചെയ്യുന്നത്, ആലോചിച്ചിട്ടാണ് ചെയ്യുന്നത്. അങ്ങനെ ഓരോരോ കാര്യങ്ങൾ ഞങ്ങളുടെ മനസ്സിൽ കാണും, അത് ചെയ്ത് അങ്ങനെ ഒരുപാട് സ്റ്റാളുകളിലും ഓൺലൈനിലും പിന്നെ സർക്കാരുമായിട്ട് ബന്ധപ്പെട്ട് കരകൗശല ഇതിലും കൊടുത്ത് നമ്മളിങ്ങനെ ജീവിതം ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നു. അപ്പോൾ ഇപ്പോഴും ഇവിടെയും വന്നതാണ്. ഒരുപാട് സരസ്മേളകളിൽ പങ്കെടുത്തിട്ടുണ്ട്. അവാർഡ് 2 കിട്ടിയിട്ടുണ്ട്. കൊല്ലം, കോട്ടയം ഇത് രണ്ടിടത്തെ സരസ്മേളയിൽ ഫസ്റ്റ് അവാർഡ് ഞങ്ങൾക്കായിരുന്നു. പിന്നെ ഇപ്പം ഞാനിപ്പം അടുത്തിടെ ചെയ്ത സാധനമാണ് വിളക്ക്, വലിയ നിലവിളക്ക്. ഇത് 1 മീറ്റർ 8 സെൻറ്റിമീറ്റർ ഹൈറ്റാണ്. ഇത് വലിയ വീടുകളിലേക്കും കടകളിലേക്കും 2 ഞാൻ കൊടുത്തു കഴിഞ്ഞു. സ്റ്റെയറിൻ്റെ 2 സൈഡിലായിട്ട് വെക്കാൻ. അപ്പോൾ ഇതൊരുപാട് ജോലിയുള്ളൊരു സാധനമാണ്. പിന്നെ ഇത് ദിവസങ്ങളോ എത്ര ചിരട്ടയെന്ന് ചോദിച്ചാൽ എനിക്കിപ്പോൾ പറയാൻ പറ്റത്തില്ല. ഇത് ചെയ്യുന്ന കൂട്ടത്തിൽ ഓരോരോ സാധനങ്ങൾ കണ്ടെത്തി അതിനെ മാറ്റിയിട്ട് അങ്ങനെയാണ് ഇത് ചെയ്യുന്നത്. പിന്നെ ഞാൻ കുറച്ച് 5-6 ദിവസം കൂടി ഇരുന്ന് ഒന്നിച്ചിത് ഇതിനെ സെറ്റ് ചെയ്യുകയാണ്. ഈ വിളക്കിൻ്റെ പണിയെന്ന് പറയുന്നത്. അപ്പോൾ ഒരാൾ എൻ്റെ അടുത്ത് ആവശ്യപ്പെട്ടിട്ടാണ് ഞാനിത് ചെയ്യാൻ തുടങ്ങിയത്. അങ്ങനെ അവർക്ക് ഇത് 2 ഞാൻ ചെയ്തു കൊടുത്തു. അപ്പോൾ പിന്നെ അത് എൻ്റെ മനസ്സിലില്ലായിരുന്നു, അവർ പറഞ്ഞതിൻ്റെ പേരിൽ ഞാനിത് ഈ നിലവിളക്ക് ചെയ്തത്. ഈ ചിരട്ടകളൊക്കെ എവിടെ നിന്നാണ് കളക്ട് ചെയ്യുന്നത്? ഇത് നമ്മൾ തേങ്ങയാണ് ഏറ്റവും കൂടുതൽ മേടിക്കുന്നത്, എന്നെങ്കിലും ഇത് ചെയ്യാനൊക്കത്തുള്ളൂ. പിന്നെ അല്ലാതെ കൊച്ചു ചിരട്ടകൾ ചെയ്യുന്നതെന്ന് പറയുന്നത് നമ്മുടെ ഈ പൂക്കളൊക്കെയാണ് ചെയ്യാൻ ആക്കുന്നത്. പൂക്കൾ ചെയ്യാം, വിഗ്രഹങ്ങൾ ചെയ്യാം. അതുകൊണ്ട് ഇരിക്കുന്ന വീട്ടുപകരണം എല്ലാം ചിരട്ട തേങ്ങ മേടിച്ചെങ്കിലും ചെയ്യാനും. അപ്പോൾ ഇതിനു വേണ്ടി തേങ്ങ വാങ്ങിക്കുകയാണോ? ഇത് വാങ്ങിക്കുകയാണ്. നമ്മൾ തേങ്ങ കണ്ടെത്തി ഓരോരോ സാധനങ്ങൾ കണ്ടെത്തി ഒരു കടയിലോ ഒരു സാധനം ചിരട്ട തേങ്ങ ഇരിക്കുമ്പോൾ എനിക്കറിയാം ഇന്ന സാധനത്തിൽ കൊള്ളാം. അപ്പോൾ അത് ഞാൻ അന്നേരം മേടിക്കും. ഈ ഇരിക്കുന്നവർ ഒരു തേങ്ങയാണ്. അതാണ്ട് ഈ ഇരിക്കുന്നത് ഇത് ഒരു തേങ്ങയാണ്. ഇതൊക്കെ ഞാൻ പോയി കണ്ടെത്തി എടുക്കുന്ന സാധനങ്ങളാണ്. അപ്പോൾ അതിനും നമുക്ക് സമയം വേണ്ടി വരും. എത്ര വർഷമായി ഈ ഒരു മേഖല? ഇപ്പോൾ 6 വർഷം കഴിഞ്ഞു. 6 വർഷം കഴിഞ്ഞു. അപ്പോൾ നാട്ടിലൊക്കെ എങ്ങനെയാണ്? ഇത് തന്നെയാണോ ഉപജീവന മാർഗം? അല്ല, നേരത്തെ എനിക്ക് കൺസ്ട്രക്ഷൻ വർക്കായിരുന്നു. അപ്പോൾ എനിക്ക് സുഖമില്ലാതെ വന്നപ്പോൾ ഇപ്പം എനിക്ക് തോന്നിയ ഒരു ഐഡിയ ആണ്. അപ്പോൾ ചാലിശ്ശേരിയിലെ സരസ്മേള കാണാനെത്തുന്നവർക്ക് ഇതൊരു പുതിയ അനുഭവം കൂടി ആയിരിക്കും. അവർക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ പറ്റുന്നു. അപ്പോൾ സരസ്മേളയ്ക്ക് എത്തുന്നവർ തീർച്ചയായിട്ടും നമ്മുടെ ശിവൻകുട്ടി ചേട്ടൻ്റെ ഈ സ്റ്റോള് വിസിറ്റ് ചെയ്യണമെന്ന് മാത്രം പറയുന്നു. നില 24 ലൈവിന് വേണ്ടി ക്യാമറമാൻ വിനീതിനൊപ്പം രഹ്ന തബ്സ്.